ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫ്രൈഡ് എഗ് സാൻഡ്വിച്ചാണ് കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്, വളരെ രുചികരവുമായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും അളവിൽ എടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് നമ്മുടെ ഓരോ ബ്രെഡും നല്ലതുപോലെ ഒന്ന് റോളർ വെച്ചൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം. നല്ല ഡ്രൈ ആയിട്ടുള്ള ബ്രെഡ് സ്ലൈസസ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പരത്തിയെടുക്കാൻ കിട്ടില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും 1 മിനിറ്റ് നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ചൊന്ന് ആവി കൊള്ളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ ഈ ബ്രെഡ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നന്നായിട്ട് പരത്തിയെടുത്ത ബ്രെഡ് നമുക്ക് ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ റോള് പോലെ കിട്ടും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ബാക്കി നമുക്ക് എത്ര ബ്രെഡ് സ്ലൈസസ് വേണമോ അത്രയും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഓരോ ബ്രെഡായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊക്കെ വേണം കേട്ടോ ഒന്ന് മൊരിച്ചെടുക്കാനായിട്ട്. കളർ ലൈറ്റായിട്ട് മാറുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് നല്ലതുപോലെ ഹാർഡായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കണം. ഇതിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് മാറുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. നമ്മൾ ഈ സ്റ്റിക്ക് വെച്ചിരിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ സ്റ്റിക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതല്ല ഒട്ടും എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് എയർ ഫ്രയറിൽ വെച്ചിട്ടും ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ 4 ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലുള്ള ആ സ്റ്റിക്കെല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ ഒരു 4 മുട്ട ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുത്ത നമ്മുടെ മുട്ടയുടെ പീസെല്ലാം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ്. ഒരു സവാളയുടെ പകുതി മാത്രമേ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളൂ, അത് ചേർക്കാം. പിന്നെ വേണ്ടത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത ക്യാപ്സിക്കം കൂടി, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് മയോനൈസ് ആണ്. 4 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് മയോനൈസ് ചേർക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് മയോനൈസ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. എഗ് മയോനൈസോ എഗ്ലെസ് മയോനൈസോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇത് രണ്ടിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അതിനനുസരിച്ചിട്ടുള്ള മയോനൈസ് എക്സ്ട്രാ ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലാക്സും. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഈ ചില്ലി ഫ്ലാക്സും കുരുമുളക് പൊടിയൊക്കെ കൂടുതലും കുറവും ചേർക്കാനായിട്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് തേനും കൂടി ആവശ്യമായിട്ടുണ്ട്. തേനില്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്കിതിലേക്ക് പഞ്ചസാരയും ചേർക്കാവുന്നതാണ്, 1/2 ടീസ്പൂൺ അളവിൽ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാവുന്നതാണ്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കൂടെ ഒരു പിഞ്ചളവിൽ മാത്രം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നല്ല ക്രീമി ഫോമിൽ വേണം നമുക്കിതൊന്ന് നമ്മുടെ ഈ ഫില്ലിങ് കിട്ടാനായിട്ട്. അതിനനുസരിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ 4 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ മയോനൈസ് ചേർത്തിട്ടുള്ളൂ. എക്സ്ട്രാ മയോനൈസ് ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് തന്നെ നമ്മുടെ ഫില്ലിങ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ തന്നെ നമ്മുടെ ബ്രെഡിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ പൈപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ, അതിനുള്ളിൽ ഈ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് നമ്മുടെ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഫില്ലിംഗ് നിറയ്ക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വീട്ടിൽ പാൽ കവർ ഉണ്ടല്ലോ, പാൽ കവറിൽ നമുക്ക് ഈ ഫില്ലിംഗ് ഒക്കെ നിറച്ചിട്ട് അങ്ങനെ നമുക്ക് പ്രസ് ചെയ്ത് വെക്കാം. ഇതൊന്നും വേണ്ട, ഒരു സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ വെക്കാവുന്നതാണ്. ആ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒരു പൈപ്പിംഗ് ബാഗിലോ പാൽ കവറിലോ നിറച്ചിട്ട് നമ്മളിതൊന്ന് വെക്കുന്നത്. ചിലരുടെ വീട്ടിലെങ്കിലും ഈ പൈപ്പിംഗ് ബാഗ് ഉണ്ടാകാറില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഈ പാൽ കവറിലാണ് കേട്ടോ ഇത് ചെയ്ത് കാണിക്കുന്നത്. നമ്മുടെ ഈ ഫില്ലിംഗ് എല്ലാം നമ്മുടെ കവറിലേക്ക് ഒന്ന് വെച്ചിട്ട് ഇതിന് മുകൾ ഭാഗം നന്നായിട്ടൊരു സ്റ്റിക്കർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ചെയ്താലും മതിയാവും. ഈ ഒരു രീതിക്ക് ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ എൻഡിലായിട്ട് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബ്രെഡിലേക്ക് ഇതൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഫില്ലിംഗ് വേണമോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഈ ബ്രെഡ് ഇതുപോലെ ഒന്ന് മൊരിച്ചെടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ഇങ്ങനെ ഒരു ഫില്ലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ ബ്രെഡ് ഉണ്ടല്ലോ, നോർമലായിട്ടുള്ള ഒന്നും നമുക്ക് ഇതുപോലെ ടോസ്റ്റ് ചെയ്യാത്തത് ഫ്രൈ ചെയ്യാത്ത ബ്രെഡിലേക്ക് ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് 2 സൈഡ് നല്ലൊരു ബ്രെഡ് പീസും വെച്ചിട്ട് ഉള്ളിൽ ഇതുപോലെ ഫില്ലിംഗ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രെഡ് സാൻഡ്വിച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ് നമ്മുടെ ഈ ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒരല്പം വെച്ച് കഴിക്കണം എന്നുള്ളവർക്ക് ഇതുപോലെ മുകളിലേക്ക് ഒരു അല്പം ടൊമാറ്റോ സോസ് ചേർത്തിട്ടും കഴിക്കാവുന്നതാണ് കേട്ടോ. ടൊമാറ്റോ സോസ് ചേർത്ത് കഴിക്കുന്നതും കൂടുതൽ രുചികരമാണ്,
നല്ല ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കഴിക്കണമെന്നുള്ളവർക്ക് ഇങ്ങനെയും കഴിക്കാം നമുക്ക്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കാൻ വേണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.